ദുബായിലെ രണ്ടാമത്തെ ദിവസം. നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി റൂമെടുത്ത് ലക്ഷ്മി താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഞാൻ റൂമെടുത്ത്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അവൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴത്തേക്ക് ഞാൻ റെഡിയായി. ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. എങ്കിൽ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ വന്നു, ഞങ്ങൾ ഒരുമിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി. വലിയ ചൂടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ നമ്മൾ വേർക്കുന്ന തരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ല. നമ്മുടെ നാട്ടിലെ അത്രയും നമ്മളെ ക്ഷീണിപ്പിക്കുന്നില്ല. പിന്നെ അവിടെ നിന്ന് ബസ് എടുത്ത് ഞങ്ങൾ ഫസ്റ്റ് ദുബായ് ഫ്രെയിമിൽ കാണുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ നടത്തി നാട്ടിലേക്ക് ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ആ കാണുന്ന ബ്രിഡ്ജിലൂടെ നടന്ന് നമുക്ക് അപ്പുറത്തെത്താൻ പറ്റും. പിന്നെ പറയാൻ ആംബിയൻസ് അത് പറഞ്ഞേ പറ്റുള്ളൂ. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു, അകത്ത് കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത്. നമ്മുടെ നാട്ടിലെ അത്യാവശ്യം വീഗലാൻഡിൽ പോകുന്നൊരു റേറ്റ് വരും, നമുക്ക് അഫോർഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ കയറുക എന്നുള്ളതാണ് ടാർഗറ്റ്. ഞങ്ങളത് അകത്തൊന്ന് കയറണം. ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. ദുബായിയുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ മുകളിലോട്ട് കയറി. അതിന് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. മാറി ഇങ്ങോട്ട് വരുമ്പോൾ പുതിയ ദുബായ്. അത് ഭയങ്കരമായൊരു ഒരു വ്യൂ ആയിരുന്നു. നമുക്ക് ദൂരെ നോക്കിയാൽ ബുർജ് ഖലീഫയൊക്കെ കാണാൻ കഴിയും. അതൊക്കെ ഒരു നമ്മുടെ ഉള്ളിൽ ഒരുപാട് നമ്മൾ എത്രമാത്രം ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്നൊക്കെ ചിന്തിപ്പിക്കുന്ന തലത്തിലായിരുന്നു എൻ്റെ ഉള്ളിൽ സംഭവിച്ചത്. അത് കഴിഞ്ഞ് ഫ്യൂച്ചർ ഓഫ് ദുബായ് ഒരു ഷോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങി ഭക്ഷണം കഴിച്ച് അവിടുത്തെ ചെറിയ രീതിയിലുള്ള ഒരു മ്യൂസിക് വിത്ത് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. അതും കണ്ട് ഞങ്ങൾ മടങ്ങുകയായിരുന്നു. ഇതാണ് ഡേ 2.